മാർക്കോ പോലുള്ള അക്രമം നിറഞ്ഞ സിനിമകൾ ചെയ്യില്ലെന്ന് നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ്. മാർക്കോ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കണം എന്ന ഉദ്ദേശ്യത്തോടെ ചെയ്ത സിനിമയല്ല. പ്രേക്ഷകർ സിനിമയെ സിനിമയായി കാണുമെന്നാണ് കരുതിയതെന്ന് നിർമ്മാതാവ് പറഞ്ഞു. ആദ്യം അദ്ദേഹം പറഞ്ഞത് കേൾക്കാം. മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോൾ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പോൾ വന്ന മാർക്കോ സിനിമ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയാക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് മാർക്കോ. അത് നെഗറ്റീവായ രീതിയിലാണ് എന്നുള്ളതിൽ തർക്കവുമില്ല. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രതികരണം സ്വാഗതാർഹമാണ്. ഇത്തരം കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് എന്താണ്? അനുജ, കഴിഞ്ഞ സമീപകാലത്ത് കേരളത്തിലുണ്ടായ ഈ ക്രൂര കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് സിനിമയ്ക്ക് മേൽ വലിയ പഴികളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളടക്കം ചില സിനിമകളാണ് ഈ ക്രൈമുകളുടെയൊക്കെ പിന്നിലേക്ക് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത് തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിലേറ്റവും വിമർശനം കേട്ട ഒരു ചിത്രം മാർക്കോ ആണ്. മാർക്കോയിലെ വയലൻസ് രംഗങ്ങൾ അത് കണ്ടിരിക്കാവുന്നതിന് അപ്പുറത്താണ് എന്തരത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് അടക്കം വിമർശനങ്ങൾ വരുന്നത്. അതിലാണ് ഇപ്പോൾ ആ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് തന്നെ ഒരു വിശദീകരണവുമായി വന്നിരിക്കുന്നത്. മാർക്കോ പോലുള്ള സിനിമകൾ ഇനി താൻ ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത സിനിമ ഒരു വയലൻസ് ഓറിയന്റഡ് സിനിമയായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങളൊക്കെ വന്നൊരു പശ്ചാത്തലത്തിൽ ആ വയലൻസുകൾ കുറയ്ക്കാനുള്ളൊരു സാധ്യതയിലേക്ക് തങ്ങൾ പോകും. മാർക്കോ സെൻസർ ചെയ്തപ്പെട്ട ഘട്ടത്തിൽ അതിന് 18+ എ സർട്ടിഫിക്കറ്റ് കിട്ടിയ സിനിമയാണ്. പ്രത്യേകിച്ച് ഈ വയലൻസുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ആ തിയേറ്ററിലേക്ക് എത്തരുത് എന്നൊരു ഉദ്ദേശം തങ്ങൾക്കുണ്ടായിരുന്നു. അത് വേറൊരു ഘട്ടം ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പുറത്തിറക്കിയ സിനിമയാണ്. പക്ഷെ അതുണ്ടായില്ല. തൻ്റെ സിനിമ ഇത്തരത്തിൽ വിമർശിക്കപ്പെടുന്നതിൽ അതിയായ വിഷമമുണ്ട്. എന്നാൽ ഇനി തൻ്റെ ഭാഗത്തുനിന്ന് അത്തരം സിനിമകൾ ഉണ്ടാകില്ല എന്നൊരു ഉറപ്പാണ് നിർമ്മാതാവ് നൽകുന്നത്. ഈ രാഷ്ട്രീയ നേതാക്കളടക്കം വിമർശനം ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഷെരീഫ് മുഹമ്മദിന്റെ ഈ പ്രതികരണം. അനുജ, ശരി, മാർക്കോ പോലെ വയലൻസ് ഉള്ള സിനിമകൾ ഇനി ചെയ്യില്ല എന്ന് മാർക്കോയുടെ നിർമ്മാതാവ് പറഞ്ഞിരിക്കുന്നു. സ്വാഗതാർഹമായ പ്രതികരണം.